ഞാൻ ഡവ് സോപ്പാണ് മുഖത്ത് യൂസ് ചെയ്യുന്നത്. വേറെ എല്ലാം എനിക്ക് അലർജി ആയതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡവ് സോപ്പിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര അത് വെച്ച് കഴുകിയാലും നമുക്കൊന്നും കൂടെ കഴുകാനോ അല്ലെങ്കിൽ ഒരു വെറ്റ് വൈപ്സ് ഇട്ട് തുടയ്ക്കാനോ ഒക്കെ തോന്നും. നമുക്കെന്തോ മുഴുവൻ ചളി പോകാത്ത പോലെ അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ട് അത് മുഴുവൻ പോകാത്ത പോലെയൊക്കെ തോന്നും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഒരു സിലിക്കൺ ബ്രഷ് പണ്ടൊരു ഫേസ് വാഷിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആമസോണിൽ കണ്ടപ്പോൾ വാങ്ങിച്ച് നോക്കിയിരിക്കുവാണ്. ഈ സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകാമല്ലോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്രീം തേച്ചിട്ട് ഈ ബ്രഷ് ഇട്ട് അതിനെ മുഖത്തോലോട്ട് പിടിപ്പിക്കാനുള്ളതാണ് ഇവർ ഈ ബ്രഷിനെ പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം, ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒരു സൈഡ് ഈ ബ്രഷുണ്ട്, താഴെ ക്രീം തേക്കാനുള്ളതുണ്ട്, അപ്പുറത്തെ സൈഡിൽ ലിപ്സും നോസും ഇതാക്കാനുള്ള ഒരു സൈഡും കൂടെയാണ് ബാക്കിൽ. ഞാനത് ക്രീം തേച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് തൽക്കാലം ക്രീം തന്നെ തേക്കാം. ഫേസ് വാഷാണ് എനിക്ക് തേക്കാൻ താല്പര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഫേസ് വാഷ് മുഖത്ത് തേച്ചിട്ട് ഈ പറയുന്ന സിലിക്കോൺ ബ്രഷ് ഇട്ടൊന്ന് നല്ലപോലെ ചെയ്ത് എന്നിട്ട് കഴുകി കളയുക. വേണമെങ്കിൽ ലിപ്പിൻ്റെ അവിടെയും ഒക്കെ നമുക്ക് മറ്റേ ബാക്കിലെ സൈഡും ഉപയോഗിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിക്കുവാണ്. ക്രീം തേച്ചിട്ട് ഇത് വെച്ചാക്കി നോക്കാം. കുറച്ചൊരു വേദനയുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അതൊക്കെ മൈൽഡായിട്ട് ആക്കിയാൽ മതി മുഖത്ത്. ഇവിടെ എനിക്ക് തോന്നുന്നു അത്ര എഫക്റ്റ് അറിയുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം പക്ഷെ നമുക്ക് ക്ലീൻ ആവുന്നൊരു ഫീലിംഗ് ഉണ്ട്. ബാക്ക് വെച്ച് ചെയ്ത് നോക്കാം. ലിപ്സിനും നോസിനും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് കൊള്ളായിരിക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ എഫക്റ്റ് ഇഷ്ടപ്പെട്ടു. ലിപ്സിലൊക്കെ നന്നായിരിക്കും. എന്തായാലും ഞാൻ രാത്രി ഇത് മുഖത്ത് ഇതേപോലെ ചെയ്തായിരുന്നു, ലിപ്സും നോസും ഇത് വെച്ചും മറ്റേ സിലിക്കോൺ ബ്രഷ് വെച്ചും. രാവിലെ എണീറ്റപ്പോൾ സത്യം പറഞ്ഞാൽ മുഖം നല്ല സപ്പിളായിരിപ്പുണ്ട്. ക്രീമൊക്കെ നല്ലപോലെ പിടിച്ച് നന്നായിട്ടുണ്ട്.